ഹലോ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഇത്രയും ബൈബിളിലെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എളുപ്പം പഠിക്കാനും സമയക്കുറവുകൊണ്ടും ലോകാവസാനത്തിൻ്റെ അടുത്ത സമയമായി തോന്നുന്നത് കൊണ്ടും പലരും പ്രയാസത്തിലും വിഷമത്തിലും ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഷോർട്ട് കട്ടായിട്ട് അത്യാവശ്യമുള്ള ഒത്തിരി സബ്ജക്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും ഫൈനലായിട്ട് സാൽവേഷനെ കുറിച്ച് എന്താണ് ബൈബിളിൽ പറയുന്നത് എന്നറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതൊരു വലിയ സബ്ജക്റ്റാണ്. ഞാൻ വളരെ ഷോർട്ടിൽ തീർക്കാമെന്ന് നോക്കാം. കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് അന്നേരം എല്ലാ റെഫറൻസും ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് ടു മച്ച്. ഒത്തിരി കാര്യങ്ങൾ നേരത്തെയുള്ള സബ്ജക്റ്റുകളിൽ പറഞ്ഞതും കവർ ചെയ്തതും, എന്നാലും ഇവിടെയും അതെല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. സിസ്റ്റമാറ്റിക് ഒരു വേ കൂടെ അറേഞ്ച് ചെയ്ത് പറയുമ്പോൾ. അതുകൊണ്ട് ക്ഷമിക്കണം. അതിനെക്കുറിച്ചായിരിക്കും ഇന്ന് ആഗ്രഹിച്ച് പറയുന്നത്. ഒക്കെ സമയം കൺട്രോൾ ചെയ്ത് പറയേണ്ടി വരുന്നത് കൊണ്ട് ലെറ്റ് മീ ടോക്ക്, ഹെൽപ്പ് മീ. ഓക്കെ, സാൽവേഷൻ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാൽവേഷനെ കുറിച്ചാണ്. നമ്മൾക്ക് സാൽവേഷന് ലെറ്റ്സ് എ പാർട്ട് 1. ആദ്യം ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ പ്രൊവിഷനാണ് തന്നിരിക്കുന്നത്. സാൽവേഷന് വേണ്ടി ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ നമുക്ക് എന്തൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്, എന്തൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നീട് നമ്മുടെ ചുമതല എന്താ. ഇത് ആദ്യത്തെ കാര്യം. ദൈവം വിത്തൗട്ട് കണ്ടീഷനുള്ള ലവ് എന്ന് വേണേലും പറയാം. പക്ഷേ കണ്ടീഷൻ എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ട്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി വരുമ്പം ദാറ്റ് ഈസ് എ കണ്ടീഷൻ. കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കുന്നെന്ന് മാത്രം പറയണ്ട. ബട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള വഴികളെ മനസ്സിലാക്കി അറിഞ്ഞ് ആത്മാർത്ഥവും സിൻസിയറായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നൗ ഗോഡ് വാണ്ട് എവ്രി വൺ ടു ബി സേവ്ഡ്. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷപ്പെടണമെന്ന്. 1 തിമോത്തി 2:4-6 വരെ. ഞാൻ ഷോർട്ട് കട്ടായിട്ട് ഓരോന്നും റെഫറൻസോട് പറഞ്ഞു പോകാം. അത്യാവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുത്ത് നോക്കുക. 1 തിമോത്തി 2:4-6 വരെ. ഇറ്റ് ഈസ് നോട്ട് ദ വിൽ ഓഫ് ഗോഡ് ദാറ്റ് എവരി വൺ ഷുഡ് പെരിഷ്. മാത്യു 18:14. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമല്ല എല്ലാവരും നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷപ്പെടണം, സാൽവേഷൻ പ്രാപിക്കണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഞാനിപ്പം പറയുന്നതിൻ്റെ ഹെഡിങ് എന്താന്ന് വെച്ചാൽ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള വഴിയെക്കുറിച്ചാണ് പറയുന്നത്. ഗോഡ് ഡസ് നോട്ട് വാണ്ട് എനി വൺ ടു പെരിഷ്. 2 പീറ്റർ 3:9 പറയുന്നു, ആരും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലായാലും ദൈവം നമ്മളെ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് നമ്മളോട് ഒരുങ്ങണം. ഈസ് പേഷ്യൻ്റ് വിത്ത് യു, നോട്ട് വാണ്ടിങ് എനി വൺ ടു പെരിഷ് ബട്ട് എവരി വൺ ടു കം ടു ദ റിപ്പൻറ്റൻസ്. എന്ത് വേണം? ആദ്യം എല്ലാവരും സത്യം മനസ്സിലാക്കിയിട്ട് റിപ്പൻറ്റ് ചെയ്യണം, കർത്താവിൽ വിശ്വസിക്കണം, റിപ്പൻറ്റ് ചെയ്യണം. പിന്നെ അടുത്ത സ്റ്റെപ്പുകൾ പറയാനാണ് പറയുന്നത്. God has opened the way to salvation for all men. Titus 2:11 പറയുന്നു. When the fullness of time had come, God sent his son. ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. അതിൻ്റെ സമയമായപ്പോൾ ഗലാഷ്യ 4:4-5 വരെ. ഇതൊക്കെ നേരത്തെ പറഞ്ഞാണെങ്കിലും ഈ കൂട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. For God so loved the world that he gave his only begotten son. John 3:16. Whoever believes in him should not perish but have everlasting life. Titus 3:4-5 പറയുന്നു, The kindness and love of God toward men appeared, and according to his mercy he saved us. Proverbs 8:17 പറയുന്നു, God says, I love those who love me. അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. Those who seek me diligently will find me. എന്നെ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് അന്വേഷിക്കുന്നവർ കണ്ടെത്തും. ഓക്കെ, ഇനി ഇതിനകത്ത് ദൈവം നമുക്ക് സൺ ഓഫ് ഗോഡിനെ നമുക്ക് വേണ്ടി തന്ന ഭാഗം നോക്കാം. ദ സൺ ഓഫ് ഗോഡ് ജീസസ് ഹിംസെൽഫ്. The God the Son is our Redeemer, and in him we have redemption through his blood, and the forgiveness of sin, and according to the riches of his grace. എഫേസ്യർ 1:7, ഗലാഷ്യർ 4:5.
The gift of God is eternal life in Jesus Christ our Lord. റോമർ 6:23. ഞാൻ ഈ റെഫറൻസ് കൂടെ പറയുന്ന ആർക്കെങ്കിലും മലയാളത്തിൽ നോക്കണമെങ്കിൽ നോക്കാം. ബട്ട് ഇറ്റ് ഈസ് മോർ ഈസി ഫോർ മീ ടു ടെൽ പോയിന്റ് ബൈ പോയിന്റ് ഇൻ ഇംഗ്ലീഷ്. സോ പീപ്പിൾ ഇംഗ്ലീഷ് അറിയാവുന്നവരും മലയാളം രണ്ടുപേർക്കും റെഫർ ചെയ്യാം. ജോൺ 14:6 പറയുന്ന എപ്പോഴും പറയുന്ന ദ വേ ദ ട്രൂത്ത് ആൻഡ് life comes through Jesus. No one comes to the Father except through Jesus. Jesus കൂടെ അല്ലാതെ ആർക്കും ഒരു രക്ഷയില്ല. Salvation is only through Jesus. No other name under the heaven given among men which we must be saved. ആക്ട് 4:12, ഏശയ്യ 43:11 പറയുന്ന Lord is the only Savior. Jesus is the Lamb of God that takes away the sin of the world. ജോൺ 1:29 പറയുന്നു. Jesus is our offering. God has perfected for those who are being sanctified. Hebrew 10:14. We have been sanctified through the offering of the body of Jesus Christ once and for all. Hebrew 10:10. 1 Corinthians 6:11. Much more than having now been justified by his blood, we shall be saved from wrath through him. For if when we are enemies, we were reconciled to God through the death of his Son, much more, having been reconciled, we shall be saved by his life. റോമർ 5:9-10 പറയുന്ന ഭാഗമാണ്. His resurrection was the proof of his promise. കർത്താവ് നമ്മളോട് പ്രോമിസ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് റിസറക്റ്റ് ചെയ്ത് 500 ആൾക്കാരിൽ കൂടുതൽ അവർക്ക് വേണ്ടി അപ്പിയർ ആയത്. സോ 1 കൊരിന്ത്യർ 15:17, 1 പീറ്റർ 1:3, 1 പീറ്റർ 3:21 ഇതെല്ലാം റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതും അതിൻ്റെ വഴികൾ കാണിച്ചു തന്നു, സ്വന്തം പുത്രനെ അയച്ചു തന്നു. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള എന്തുവാ? ദൈവത്തിൻ്റെ പ്രൊവിഷൻ, the word of God, or the God's word of truth, the Bible. The word was God. I am not ashamed of the gospel of the Christ, for it is the power of the God to salvation for everyone who believes. Romans 1:16. Having been born again, not of the corruptible seed but incorruptible, through the word of God, which lives and abides forever. 1 Peter 1:23. Sanctify them by your truth. Your word is truth. John 17:17. You shall know the truth, and the truth shall make you free. John 8:32. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോകുന്നത്. And take the helmet of salvation and the word of spirit. Ephesians 6:17, which is the word of God. The word of God is sharper than 2 edges of the sword. Hebrew 4:12. ഇനി അടുത്തത് അപ്പം ദൈവത്തിൻ്റെ പുത്രനെ തന്നു, ദൈവവചനമായിട്ട് തന്നു. നമുക്കിപ്പോൾ എന്തൊക്കെയാണ് അതിന് നോക്കണം. ഇനി അടുത്തത് ഗ്രേസ് ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് ദയ കൊണ്ടും കരുണ കൊണ്ടും നമ്മളെ രക്ഷിക്കും. ആരൊക്കെ സഫർ ചെയ്യുന്നു ദൈവത്തിന് വേണ്ടി, അതിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് സഫർ ചെയ്തവരും കഷ്ടപ്പെട്ടവർക്കും എല്ലാം ദൈവത്തിൻ്റെ ഗ്രേസിൽ കൂടെ നമ്മളെ രക്ഷിക്കും. നമ്മുടെ മിടുക്കൊണ്ടോ വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി കൊണ്ടോ അല്ല. ആ സിമ്പതി ദൈവത്തിന് നമ്മളോട് തോന്നണമെങ്കിൽ ശുദ്ധ ഹൃദയവും താഴ്മയും സ്നേഹവും വിശ്വാസവും എല്ലാം ഉണ്ടായിരിക്കണം. അത് അത്രയെങ്കിലും ചെയ്യാമെങ്കിൽ ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ. The grace of God എന്തോ പറയുന്നത്? Titus 2:11 പറയുന്നത്, The grace of God that brings salvation has appeared to all men. വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും. And having been justified by his grace, we should become heirs according to the hope of eternal life. Titus 3:7. അടുത്തത് റോമർ 3:24 പറയുന്നു, Being justified freely by his grace through the redemption that is in Christ Jesus. Ephesians 1:7 പറയുന്നു, In him we have redemption through his blood,
the forgiveness of sins according to the riches of his grace. ഓക്കെ, ഇനി എഫേസ്യർ 2:8-10 വരെ പറയുന്ന എല്ലാവർക്കും അറിയാം, പല പ്രാവശ്യം പറഞ്ഞ ദ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത്, ദാറ്റ്സ് നോട്ട് യുവർ സെൽഫ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ എല്ലാവരും എപ്പോഴും പറയുന്ന ഹൂ ഹാസ് സേവ്ഡ് അസ് ആൻഡ് കോൾഡ് അസ് വിത്ത് എ ഹോളി calling, not according to our works, but according to his own purpose and the grace which was given to us in Christ Jesus before the time again. 2 Timothy 1:9. The mercy of God. ഇനി അടുത്തത് ദൈവത്തിൻ്റെ കരുണ. ഗ്രേസ് കൊണ്ട് തന്നു, അത് കഴിഞ്ഞ് ഇനിയും കരുണ ഉണ്ട്. ബിക്കോസ് ദ മേഴ്സി ഓഫ് ഗോഡ്, നോട്ട് ബൈ ദ വർക്ക്സ് ഓഫ് റൈച്ചസ്നെസ് വിച്ച് ഹാവ് ബീൻ ഡൺ not according to his mercy, but according to his mercy he saved us through the washing of regeneration and renewing the Holy Spirit. Titus 3:5 പറയുന്നത്. ഇനി അടുത്തത് കീപ് yourself in the love of God, looking for the mercy of our Lord Jesus Christ into eternal life. ജൂഡ് 1:21 പറയുന്നു. Blessed is the God and the Father of our Lord Jesus Christ, who according to his abundant mercy has begotten us again to living hope through the resurrection of Jesus Christ from the dead. 1 Peter 1:3 പറയുന്നു. ഇനി ഇത്രയൊക്കെ തന്നു. ദൈവത്തിൻ്റെ കരുണയുണ്ട്, ഗ്രേസ് ഉണ്ട്, ഗോസ്പൽ നമുക്ക് തന്നിട്ടുണ്ട്, കർത്താവിൻ്റെ പുത്രനെ സ്വന്തമായിട്ട് തന്നു, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വഴികൾ നമുക്ക് ദൈവത്തിൻ്റെ വഴി കൂടെ ഒരുക്കി തന്നിരിക്കുക. പക്ഷേ എല്ലാവരും സേവ് ചെയ്യപ്പെടുമോ? ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓൾ ഓഫ് ദി എബവ് ആർ എസെൻഷ്യൽ ഫോർ സാൽവേഷൻ. പക്ഷേ ഇനി ഒത്തിരി കാര്യങ്ങൾ കടക്കാനുണ്ട് നമുക്ക് സാൽവേഷൻ വേണമെങ്കിൽ. ഇത് കർത്താവിൻ്റെ സൈഡിലെ ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന സൈഡാണ്. ദൈവം നമുക്ക് എന്തെല്ലാം ദാനമായി ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞ്. നമ്മുടെ സൈഡ് വരുന്നേ ഉള്ളൂ. ദാറ്റ്സ് എ ലോങ് പ്രൊസീജിയർ. എല്ലാവരും പറയും അൺകണ്ടീഷണൽ ആയപ്പോൾ എല്ലാവരും ഒന്ന് നോ. ബട്ട് they are all God's provision and promises for those who qualify to receive free gift of salvation. ഈ മേളിൽ പറഞ്ഞ എല്ലാം ഫ്രീ ഗിഫ്റ്റ് ഓഫ് സാൽവേഷൻ റിസീവ് ചെയ്യാനുള്ള വഴികളാണ്. Jesus says, enter by the narrow gate. Very important. നമ്മൾ മാത്യു 7:13-14 പറയുന്നു, നമ്മൾ കുറച്ച് പേര് നാരോ ഗേറ്റ്, the broad way is that leads to destruction, that there are many who go into it, because narrow is the great difficulty, is the way leads to life, there is few who find it. കുറച്ച് പേരെ ഈ ഇടുക്കവും ഞെരുക്കമുള്ള വഴി കാണത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഈ പറഞ്ഞതൊന്നും വലിയ ഇതുണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ സൈഡിലുള്ള ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി നമ്മുടെ സൈഡിലേ ഇനി പറയാൻ വരും. അതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. ആരും ഇത് ശ്രദ്ധിക്കാതെ ഇഗ്നോർ ചെയ്തു പോയാൽ വരുന്ന പ്രശ്നമാണ്. വെരി കെയർഫുൾ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് റാപ്ചർ നടക്കും. അപ്പോൾ സഭയെല്ലാം എടുക്കത്തില്ല. സഭയിൽ ആരൊക്കെ നിക്കോദോമസിനോട് പറഞ്ഞ പോലെ ആത്മാവിനാലും വെള്ളത്തിലും ആത്മാവിൻ രക്ഷിക്കപ്പെട്ട് റിപ്പൻറ്റ് ചെയ്ത് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ദൈവമക്കളായി ജീവിച്ച് സിൻസിയറായിട്ട് ജീവിച്ചവർക്കാണ് കൂടുതൽ അതൊക്കെ അതിൻ്റെ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്തവരാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുക. ജീസസ് സൈസ് ഓക്കെ ഫോർ മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ സെലക്റ്റഡ് ചൂസൺ. മാത്യു 22:14 വളരെ ഇമ്പോർട്ടൻ്റ്. ഒത്തിരി പേരെ വിളിക്കപ്പെട്ടതാണ്. എല്ലാവരും ക്രിസ്ത്യൻസ് ഒത്തിരി പേരുണ്ട്, പക്ഷെ ചൂസ് ചെയ്തത് കുറച്ച് പേരേ ഉള്ളൂ. വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതൊന്ന് വെരി ഇമ്പോർട്ടൻ്റ്. ഇടുക്കവും ഞെരുക്കമുള്ള വഴി കാണുന്നതൊന്ന് വെരി ഇമ്പോർട്ടൻ്റ്. വെരി ഫ്യൂ അതിൽ കൂടെ കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇനി there are conditions attached to God's provision for salvation. കണ്ടീഷൻ ഇല്ലെന്നാരും പറയരുത്. അതിന് ഞാൻ പറയുന്നു, ഒത്തിരി പേര് പ്രസംഗിക്കുന്നുണ്ട് ഒരു കണ്ടീഷനില്ല, അൺകണ്ടീഷണലായിട്ട് ദൈവം സ്നേഹിക്കുന്നു എടുക്കുന്നു. ദാറ്റ്സ് ട്രൂ. അൺകണ്ടീഷണൽ ലവ് ആണെങ്കിലും നമുക്ക്
നമുക്കത് പ്രാപിക്കണമെങ്കിൽ, ആ ഫ്രീ ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ there are conditions. There are conditions attached to God's provision for salvation. God says, "You will seek me and find me when you search me with all your heart." ജെറമയ്യ 29:13 പറയുന്നു. ഓക്കെ, അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളതൂടെയൊക്കെ വായിക്കണം. ഇത് വായിക്കുമ്പോൾ ജെറമയ്യ 29:13 പറയുന്ന വായിക്കുക. ഗോഡ് സെയ്സ്, അവിടെ വായിച്ച് പോയാൽ സമയം പോകും, അല്ലെങ്കിൽ ഞാനതും കൂടെ പറഞ്ഞേനെ. ഓക്കെ, ജെറമയ്യ 23 ജെറമയ്യ 29:12 മുതൽ 14 വരെ വായിക്കണം. Then you will call upon me and go and pray to me, I will listen to you. ശ്രദ്ധിച്ച് കേൾക്കണം. അത് 12ാമത്തെ വാക്യം. 13 പറയുന്ന and you will seek me, അതായിപ്പം ഞാൻ പറഞ്ഞത്. You will find me when you search me with all your heart. 14 പറയുന്നു will be found by you, says the Lord. I will bring you back from the captivity. I will gather you from all the nations and bring all the places from whence I have driven you. Okay, says the Lord. Okay, അത്രയും അറിഞ്ഞാൽ മതി അതിനെക്കുറിച്ച്. So അടുത്തത്, God says, I love those who love me. കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കിക്കോണം. I love those who love me. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. Proverbs 8:17. And who seek me diligently will find me. എന്നെ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നവർ കണ്ടെത്തും. അല്ലാത്തവരെല്ലാം ബ്ലൈൻഡ് ലീഡേഴ്സിൻ്റെ പുറകെ പോയി they will be under delusion and they will be in trouble. They will never get along. Paul says, work out your own salvation with fear and trembling. തമാശയായിട്ടും ഈസിയായിട്ടും ഒന്നും എടുക്കണ്ട. വളരെ ഭയത്തോടും വിറയലോടും കൂടെ കർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യണം. യു ഹാവ് ടു വർക്ക് ഹാർഡ്. അല്ല ചുമ്മാ ഈസിയായിട്ട് ഇങ്ങനെ വായിലാരും കൊണ്ടു തരുമെന്ന് ആരും വിചാരിക്കേണ്ട. ഇറ്റ്സ് നോട്ട് ജോക്ക്. അതിൻ്റെയൊക്കെ അടയാളമായി കാണുന്ന എല്ലാവരുടെയും ഈ വായ് മൂടിക്കെട്ടി അതൊന്ന് ഇത്രയൊക്കെ കൊറോണ ലോകം മുഴുവൻ പരത്തി. നീതിയില്ല, ഡിസെപ്ഷൻ വളരെയധികം പരന്നു കഴിഞ്ഞു ലോകത്ത്. ചതിവിൽ കൂടിയാണ് ഇന്ന് സകല ഇലക്ഷനും നടക്കുന്നതും. പൊളിറ്റിക്സും വക്രതയും വളഞ്ഞ വഴിയും വക്രതയിലും അല്ലാതെ നീതിയായിട്ടും സത്യസന്ധതയുള്ള വോട്ടിങ്ങിൻ്റെ സമയമൊക്കെ പോയി. അപ്പോൾ ആരാ എലക്റ്റ് ആകുന്നത്? ഏറ്റവും വക്രത പിടിച്ചവരാ കൺട്രിയുടെ ലീഡറാകുന്നത്. ഈവൻ ദൈവവിശ്വാസമുള്ളിടത്ത് പോലും ദൈവത്തെ വിശ്വസിക്കുന്നെന്ന് പറയുന്നവർ പോലും അതിന് കൂട്ടുനിൽക്കുകയും അതിൽ രസിക്കുകയും ചെയ്യുന്നവരായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അവസാന സമയം. സത്യത്തിന് വിലയില്ലാതായി. ഡിസെപ്ഷൻ ഈസ് അക്സെപ്റ്റഡ്. നൗ ദിസ് ഈസ് ദ സ്റ്റേജ്. Deception is accepted by even the people who says I believe in Christ. Imagine ഇവർ സ്വർഗത്തിൽ പാനൊക്കുമോ? നോ. അത് കള്ളത്തരത്തിൽ കൂടെ ഉള്ള അതിൽ കൂടെ ജയിക്കുന്നത് ശരിയല്ലെന്ന് എത്ര പേര് പറയും. അങ്ങനത്തെ ലോകമായപ്പോൾ ചതിവ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മൊത്തം ലോകം, എല്ലാ കൺട്രി. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഈസ് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് സാത്താൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തൊരു സമയമായതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. സോ ബി റെഡി. ഇനി നമുക്ക് പാർട്ട് 2 ഇപ്പം ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? ഓക്കെ, ഐ ടോൾഡ് യു ഓൾ അബൌട്ട് ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ പറയുന്ന പാർട്ട് 2, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഇൻ സാൽവേഷൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തുവാ? God has given man a freedom of choice തന്നിട്ടുണ്ട് നമുക്ക്. ഡിറ്റർമിനി 30:19 പറയുന്നു, I call heaven and earth as witness today against you, that I have set before you life and death. നിത്യജീവനും മരണവും വെച്ചിട്ടുണ്ട്. ബ്ലെസ്സിങ് ആൻഡ് കേഴ്സിങ്, അനുഗ്രഹവും കേഴ്സിങ്ങും വെച്ചിട്ടുണ്ട്. Therefore choose the life that both you and your descendant may live. നീയും നിൻ്റെ നീയും നിൻ്റെ മുമ്പോട്ടുള്ള കുഞ്ഞുങ്ങളും ജനറേഷനും കൂടെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ബ്ലെസ്സിങ് സെലക്ട് ചെയ്യണം.
അല്ല, അതിനെന്ത് ചെയ്യണം? ആദ്യം കർത്താവ് മലയിൽ പഠിപ്പിച്ചപ്പം 12-ാമത്തെ വാക്യം വരെ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചു. അത് ഓർക്കണം. ഓക്കെ. ആരാ പൂവർ ഇൻ ദ സ്പിരിറ്റ് കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ മലയിലെ പ്രസംഗം വായിച്ച് പഠിക്കാൻ ഞാൻ പറഞ്ഞു. അത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ബ്ലെസ്സിങ് ആരൊക്കെയാണ് ബ്ലെസ്ഡ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? യു ഹാവ് ദ ചോയ്സ്. റോമർ 6:16 പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ, നിത്യജീവൻ വേണോ അതോ നാശം വേണോ, അതല്ല രണ്ടാം മരണത്തിൽ പോകണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. മാൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ചോയ്സ്. റോമർ 14:12, 2 കൊരിന്ത്യർ 5:10. നമ്മുടെ ചോയ്സിന് നമ്മളാ ഉത്തരവാദി. വേറെ ആർക്കും നമുക്ക് വേണ്ടി ചോയ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് ബാപ്റ്റിസത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടി വേറെ ആരും ചോയ്സ് ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. അവരൊരു തന്നെ ചോയ്സ് എടുത്ത് ചെയ്താലേ അതിനകത്ത് അർത്ഥവും മീനിങ്ങും ഉള്ളൂ. വി മസ്റ്റ് ഗിവ് പ്രയോറിറ്റി ടു ഗോഡ്. സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ഹിസ് റൈച്ചസ്നെസ്, ആൻഡ് ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് ടു യു. മാത്യു 6:13. If you are already a Christian parent, you have the responsibility to bring your children in Christian faith. We must start teaching children the Word of God as early as possible in their life. Faith Foundation is God's way for your children. It's a spiritual immunization against evil, which they will face in their worldly life. The kind of training can be called pre-conversion sanctification. ഇത് ഞാൻ ജനറലി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ, ഞാൻ ഈ പറയുന്നത് ശരിയാവുമെന്ന് അറിയണമെങ്കിൽ ഡെറ്റർമിനി ആവർത്തന പുസ്തകം 6:7, എഫേഷ്യർ 6:4, പ്രോവേർബ് 22:6 ഇത്രയും വായിക്കുമ്പം ഈ വരുന്ന മീനിങ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ കാണും. യു ഷാൽ ടീച്ച് ദം ഡെലിജൻ്റ്ലി ടു യുവർ ചിൽഡ്രൻ and shall talk to them whenever possible. Okay, if you are matured individual, whether you are a believer or a non-believer, you must be willing to take the following step for salvation. ഇനി സാൽവേഷൻ എത്ര സ്റ്റെപ്പ് എടുക്കണം? ഇത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ചോയ്സ് നമ്മുടെയാണെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെ ഇതും റെസ്പോൺസിബിലിറ്റിക്ക് അണ്ടറിൽ വരുന്ന സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഒരാൾക്ക് സാൽവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് he has to hear or learn the word of God. ഒന്നുകിൽ വചനം നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നത് കേൾക്കണം. Abide in the faith, hope and love, growing in faith Jesus. Okay. No one can come to Jesus without hearing, learning and being taught the word of God. ജോൺ 6:44-45 വായിക്കുമ്പോൾ മനസ്സിലാകും, നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെയും പറയാതെയും പഠിക്കാതെയും ഒന്നും ആരും ദൈവത്തിലാകാൻ പറ്റത്തില്ല. അത് മീനിങ് വരുന്നില്ല. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. റോമർ 10:14-17. ബി ഡെലിജൻറ്റ് ടു പ്രസൻറ്റ് യുവർസെൽഫ് അപ്രൂവ്ഡ് ടു ദ ഗോഡ്, എ വർക്കർ ഹു ഡസ് നോട്ട് നീഡ് ടു ബി അഷെയിംഡ്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. 2 തിമോത്തി 2:15. ഇത് ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് എളുപ്പം എഴുതിയെടുത്താൽ കോട്ട് ചെയ്തിട്ട് ഇരുന്ന് കുറേശ്ശെ വായിച്ച് ടൈം എടുത്ത് മനസ്സിലാക്കേണ്ട ടൈം ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ടൈമേ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. ലോകത്തിൻ്റെ പോക്ക് കണ്ടിട്ടെന്ന് തോന്നുന്നതുകൊണ്ട് പറയാം. ഞാൻ വലിയൊരു പ്രോഫറ്റോ പ്രസംഗിക്കുന്നൊന്നും അല്ല. എൻ്റെ ആത്മാർത്ഥമായി എല്ലാവരും അറിയാനും എളുപ്പം ഷോർട്ട് കട്ട് മനസ്സിലാക്കാനും ഒരുങ്ങിയിരിക്കാനും ഇടുക്കവും ഞെരുക്കമുള്ള വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയുടെ കാര്യം ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞുതരും. ഷോർട്ട് കട്ടിൽ അവിടെ എത്താനുള്ള വഴി പറഞ്ഞിരുന്നേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനൊക്കെ. അല്ലാതെ നല്ലൊരാൾ പറയുന്ന കേട്ട് എന്തുവാ ആരാധനയാണ് ഇമ്പോർട്ടൻ്റ്, സഭയൊക്കായി മുന്നേ ബൈബിള് പിന്നെ വന്നേ, സഭ ആദ്യം വന്നേ, എന്തൊക്കെ മണ്ടത്തരങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഒക്കുമെങ്കിൽ. ഓക്കെ. അതുകൊണ്ട് അങ്ങനത്തുള്ള ഇതൊന്നും പറയരുത്. ആരാധന ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ സാൽവേഷൻ്റെ മാർഗങ്ങൾ അറിയണം, മാനസാന്തരപ്പെടണം, പുതുതായി ജനിക്കണം, ഉറച്ച വിശ്വാസം വരണം, എന്നിട്ട് വേണം ആരാധന ചെയ്യാൻ. ആരാധന ഈസ് ദ ലാസ്റ്റ്. അതല്ല ദൈവത്തിന് ആദ്യം വേണ്ടി. ആദ്യം നിങ്ങൾ റിപ്പൻറ്റ് ചെയ്യുക, ദൈവത്തെ വിശ്വസിക്കുക, സ്വീകരിക്കുക,
അനുസരിക്കുക, എന്നിട്ട് ചേഞ്ച് ആകുക, പുതിയ മനുഷ്യനാകുക, എന്നിട്ട് ആരാധിച്ചാലേ രക്ഷയുള്ളൂ. വെരി ക്ലിയർ. ഓക്കെ. ബ്ലെസ്ഡ് ആർ ദോസ് ഹൂ ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് കീപ്പ് ഇറ്റ്. ലൂക്ക് 11:28. ഹിയർ മീ എവരി വൺ, അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. മാർക്ക് 7:14. Behold, I stand at the door and knock. If anyone hears my voice and open the door, I will come into him and dine with him, and he with me. Revelation 3:20. He who has an ear, 7 പള്ളിയോടും കർത്താവ് ഇതാ പറഞ്ഞു, he who has an ear, let him hear what the Spirit says to the churches. Revelation 3:22. എല്ലായിടത്തും 7 പള്ളിയോടും പറയുന്നുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ഈ പറയുന്നതെല്ലാം കർത്താവിൻ്റെ വാക്കുകൾ റെഫറൻസോടുകൂടി എൻ്റെ പോക്കറ്റിൽ നിന്നല്ല, അത് അത്യാവശ്യമുള്ളതാണെന്നും ഷോർട്ട് കട്ടാണെന്നും എല്ലാം കൂടെ വായിച്ച് മനസ്സിലാക്കാൻ വയ്യാത്തവർക്ക് ഈസി ഷോർട്ട് കട്ട് റെഫർ ചെയ്യാൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ടെലിഫോണിലും എല്ലാം ബൈബിളുണ്ട്, ചെയ്യാനും പഠിക്കാനും വേണ്ടി പറഞ്ഞു തരുന്ന. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ ഇടുക്കവും ഞെരുക്കമുള്ള വഴി ആരും കാണത്തില്ല. ഓക്കെ. അനേകരെ സെലക്ട് ചെയ്തെന്നും പറഞ്ഞ് പള്ളിയിൽ ആരാധനയും പിടിച്ചുകൊണ്ടിരുന്നേച്ച് യാക്കോബക്കാരും പത്തോലിക്കരും ഒക്കെ ഇങ്ങനെ ആരാധനയിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം മാത്രം ശ്രദ്ധിച്ച് അച്ഛന്മാരും തിരുമേന്മാരും പറയുന്ന മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ കർത്താവിനോട് ഡയറക്റ്റ് സംസാരിച്ച് മനസ്സിലാക്കിയില്ലേ രക്ഷയില്ല എന്നാണ് ഞാനീ പറയുന്നതിൻ്റെ സാരം. സ്റ്റെപ്പ് 2. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തോ? മെഡിറ്റേറ്റ് ആൻഡ് അസംബ്ലേറ്റ്. ആദ്യം ഞാൻ പറഞ്ഞു വചനം കേൾക്കുക, വേർഡ് ഓഫ് ഗോഡ്, അതിനെ പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ. ഇനി അടുത്തത് മെഡിറ്റേറ്റ് ആൻഡ് അസംബ്ലേറ്റ്. ആ കേട്ട വചനത്തിന് മെഡിറ്റേഷൻ എന്തുവാന്ന് ഞാൻ കഴിഞ്ഞ സബ്ജക്റ്റിൽ പറഞ്ഞു. ക്രിസ്ത്യൻ മെഡിറ്റേഷൻ എന്തുവാണ്? മെഡിറ്റേറ്റ് ചെയ്യുക, അത് അസമിലേറ്റ് ചെയ്യുക. ആ വേർഡ് അതിനെ മനസ്സിലാക്കുക. യു ഷാൽ മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ് ഡേ ആൻഡ് നൈറ്റ്. ജോഷുവ 1:8, ഫിലിപ്പിയൻ 4:8. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ. ജോൺ 8:32. ജീസസ് said, hear me everyone and understand. Mark 7:14. But he who received the seed or the word of God on the good ground, he hears the word of God and understand and assimilate. മാത്യു 13:23 പറഞ്ഞില്ലേ, വിത്ത് വിതയ്ക്കാൻ നല്ല ഇതിൽ വിത്ത് വിതച്ചവനായിരിക്കണം, നല്ല മണ്ണിൽ നല്ല ഹൃദയത്തിൽ വിതച്ചാലേ ഈ സുവിശേഷം അവിടെ കിടക്കത്തുള്ളൂ. അതെന്ത് ചെയ്യും? ദാറ്റ് വിൽ പ്രൊഡ്യൂസ് 100-fold or 60 or 30. ഇവിടെ പ്രത്യേകിച്ചൊന്ന് എടുത്ത് ശ്രദ്ധിക്കണം. നമ്മൾ വചനം കേട്ട് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്. ഇപ്പം ലാസറും ധനവാന്റെയും കഥ പറഞ്ഞാൽ ലാസറിന് പണമില്ല, ആരെയും സഹായിക്കാനൊക്കത്തില്ല, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാനൊക്കത്തില്ല, പുള്ളി തന്നെ കഷ്ടിച്ച് കഴിയുന്നു. അത് ദൈവത്തിന് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയുള്ള ആളിൻ്റെ ഹൃദയവും താഴ്മയും അവൻ്റെ കഷ്ടപ്പാടും മനസ്സിലാക്കി ദൈവം അവനെ കർത്താവിൻ്റെ ഗ്രേസ് കൊണ്ട് അല്ലെങ്കിൽ മേഴ്സി കൊണ്ട് രക്ഷിക്കുന്നു. അതാണ് നമ്മളെ അതിനൊക്കെ പഠിപ്പിച്ചു തന്നെ അതിനകത്ത്. അപ്പം നമ്മൾ നല്ല ഗ്രൗണ്ട്, നമ്മുടെ ഹൃദയം നല്ലതാക്കി നല്ല ഗ്രൗണ്ട്, ശുദ്ധഹൃദയം താഴ്മയും സ്നേഹവും കൊണ്ടുവരുമ്പോൾ അവിടെ വീഴുന്ന വിത്തുകൾ അതുപോലെ വളർന്നു വന്നാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ഏത് ലെവലിലായാലും കഷ്ടതയിലും പ്രയാസത്തിലും ആണെങ്കിലും അവർക്കാണ് കൂടുതൽ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിളിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി ദൈവം തരുന്നതെല്ലാം നല്ലതിനെന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ ആ ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഓൾ സ്ക്രിപ്റ്റേഴ്സ് ഈസ് ഗിവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ് and is profitable of doctrine, for reproof and correction and instruction, righteousness, that the man of God may complete, thoroughly equipped for every good work. 2 തിമോത്തി 3:16-17. ഇനി സ്റ്റെപ്പ് 3, ഫെയ്ത്ത്. ഏറ്റവും വലിയൊരു ഭാഗമാണ് ഫെയ്ത്താണ്. ഏറ്റവും അടിസ്ഥാനവും വരുന്ന വേറൊരു പ്രശ്നം, ഫെയ്ത്ത് ഇൻ ജീസസ്. പൂർണ്ണ വിശ്വാസം, സ്ട്രോങ് വിശ്വാസം. ഫെയ്ത്ത് വരുന്നത് എങ്ങനെയാണ്? ബൈ ഹിയറിങ് ദ വേർഡ് ഓഫ് ഗോഡ്. റോമർ 10:17 പറയുന്നു. ഹെബ്രോ 11:6 എന്തോ പറയുന്നത്, വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. ഫോർ ഹി ഹൂ കംസ് ടു ഗോഡ് മസ്റ്റ് ബിലീവ് ദാറ്റ് ഹി ഈസ് ആൻഡ് ദാറ്റ് ഹി ഈസ് ദ റിവാർഡർ ആൻഡ് ഓഫ് ദോസ് ഹൂ diligently seek him.
വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. ഫെയ്ത്ത് കൊണ്ടാണ് നമ്മളെ ദൈവം ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ വെറും വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വാസവും അതിനെ അഡോപ്റ്റ് ചെയ്ത് അതുപോലെ ഫോളോയും ചെയ്യണം. റോമർ 5:1. ഫെയ്ത്ത് മസ്റ്റ് ബി സിൻസിയർ ആയിരിക്കണം. നൗ ദ പർപ്പസ് ഓഫ് ദ കമാൻഡ്മെൻറ്റ് ഈസ് ലവ് ഫ്രം പ്യുവർ ഹാർട്ട് ആൻഡ് ഗുഡ് കോൺഷ്യൻസ്. നല്ല മനസാക്ഷിയോടെ പ്യുവർ ഹാർട്ട് കൊണ്ട് സിൻസിയർ ഫെയ്ത്ത് ആയിരിക്കണം. 1 തിമോത്തി 1:5. ഇതെല്ലാം ഒത്തുവരാതെ ആരും സ്വർഗത്തിൽ കിടക്കാമെന്ന് വിചാരിച്ചാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയിൽ വല്ലവരും രക്ഷപ്പെട്ട് നിങ്ങളുടെ ഭാഗ്യം, ആരുടെയായാലും ഭാഗ്യം, എൻ്റെ ആയാലും. ഇതൊക്കെ എന്നെ ഭയപ്പെടുത്തുകയും ഭയത്തോടും വിറയലോടും കൂടിയാണ് നമ്മളെല്ലാവരും ഇരിക്കേണ്ടത്, ഞാനും ഇരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞാലും എടുത്താലും എന്നിൽ ഒത്തിരി കുറവ് വരുവാണെങ്കിൽ ഐ ആം അഫ്രൈഡ്. ആൻഡ് നമുക്ക് ഭാഗ്യം അങ്ങനെ കിട്ടണേ, ആ കരുണ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാനേ ഒക്കത്തുള്ളൂ. ഓക്കെ. ആൻഡ് ബിലീവ് ആൻഡ് അക്സെപ്റ്റ് ജീസസ് ആസ് അവർ ഓൺലി സേവിയർ. റോമർ 10:9-13, 10-13. ഇതിന് ജോൺ 3:36. ജോൺ 3:36 പറയുന്നത്, ജോൺ 14:6 ജീസസ് ഈസ് ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ആക്ട് 4:12 പറയുന്ന ഓർക്കണം, ദർ ഈസ് നോ അതർ വേ. ആക്ട് 4:12. മാത്യു 28:18. ഓൾ അതോറിറ്റി ഈസ് ഗിവൺ ടു ജീസസ്. മാത്യു 28:18. മാത്യു 1 തിമോത്തി 2:5. ദർ ഈസ് നോ വൺ, only one mediator between God and Jesus. 1 തിമോത്തി 2:5. ഈശയ്യ 46:9 പറയും, ദർ ഈസ് നോ വൺ ലൈക്ക് ഹിം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടെ നമ്മൾ ഓർക്കണം. ടു അക്സെപ്റ്റ് ജീസസ് ആസ് ദി ഓൺലി സേവിയർ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഫെയ്ത്ത് ഈസ് കംപ്ലീറ്റഡ് ഇൻ ആക്ഷൻ. നമ്മൾ ഒബീഡിയൻസ് കൂടെ ഉണ്ടെങ്കിലേ ഫെയ്ത്ത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ സാത്താനും വിശ്വസിക്കുന്നുണ്ട്, സാത്താൻ അറിയാൻ ദൈവം ഉണ്ടെന്നും ദൈവം ആ രക്ഷ എന്നും, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. ഓക്കെ. ദർ ഈസ് നോട്ട് എവരി വൺ ഹൂ സേസ് ടു മീ ലോഡ് ലോഡ് ഷാൽ എൻ്റർ, വെരി ഇമ്പോർട്ടൻറ്റ്, എൻ്റർ ദ കിങ്ഡം ഓഫ് ഹെവൻ, ബട്ട് he who does the will of my Father in the heaven. ഓക്കെ. മാത്യു 7:21. ചുമ്മാ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുന്നെന്നും പറഞ്ഞാൽ പോരാ. യഹോവയുടെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. ഈ വേർഡുകളൊക്കെ വളരെ തറവായിട്ട്, ഈ അടിസ്ഥാന വേർഡുകൾ എടുക്കുന്ന ദൂരെയുള്ള മറ്റുള്ള പ്രസംഗങ്ങളും ഇതുമൊക്കെ വലിയ തകർപ്പൻ പ്രസംഗങ്ങളും വരാൻ പോകുന്ന കാര്യമൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഉറപ്പിച്ചിട്ട് വേണം മറ്റുള്ളതിന് കുറിച്ച് ചിന്തിക്കാൻ. അതിനാണ് ഞാൻ ഈ പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതെന്ന് പറയാം. അറിയാമെന്ന് പറഞ്ഞാൽ പോരാ, ഇത് പ്രാക്ടിക്കലി ഇതിനെ മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കാനുള്ള അവസരം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കോവിഡ് എല്ലാം അതിനുവേണ്ടിയുള്ള സമയമായിട്ട് നമ്മൾ കണക്കാക്കണം. അക്കോർഡിംഗ് ടു ദ കമാൻഡ്മെൻറ്റ് ഓഫ് എവർലാസ്റ്റിംഗ് ഗോഡ് ഫോർ ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത്. റോമർ 16:26 പറയുന്നു, ത്രൂ ഹിം വി ഹാവ് റിസീവ്ഡ് ഗ്രേസ് and apostleship, obedience to the faith. Romer 1:5. Then the word of God spread, and then the number of disciples multiplied great in Jerusalem. A great many priests were obedient to the faith. Act 6:7. അപ്പോൾ ഒബീഡിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാൻ. ഇതൊക്കെ ഫെയ്ത്തിൻ്റെ ഘടകങ്ങളാണ് ഞാൻ പറയുന്നത്. ഫെയ്ത്ത് മസ്റ്റ് ബി ഫോളോഡ് ബൈ ബാപ്റ്റിസം. അടുത്ത ഒരു സ്റ്റെപ്പ്. He who believes and baptized will be saved, but he who does not believe will be condemned. Mark 16:16. Repent, and that everyone you must be baptized in the name of Jesus Christ for the remission of sins, and you shall receive the gift of Holy Spirit. Act 2:38. അപ്പോൾ ഈ വിശ്വസിക്കുന്നതിനോടൊപ്പം ചെയ്യേണ്ട ആക്ഷനുമായി പറയുന്നത്. ഓക്കെ. ദോസ് ഹു ഗ്ലാഡ്ലി റിസീവ്ഡ് ദ വേർഡ് വെയർ ബാപ്റ്റൈസ്ഡ്, ആൻഡ് the day about 3,000 souls were added to them. Act 2:41 പറയുന്നു. ഇനി ഫെയ്ത്ത് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബൈ ഗുഡ് വർക്ക്സ്. നല്ല വർക്കുകൾ നമ്മൾ ചെയ്യാൻ കടമപ്പെട്ടവരായ. എഫേസ്യർ 2:10 പറയുന്നു, we are of his workmanship, created in
Christ Jesus for good works, with God prepared beforehand that we should walk in them. ഇതിനു മുമ്പേ 8, 9 എല്ലാവരും പറയും, പക്ഷേ ഇത് പറയത്തില്ല. ഗ്രേസ് കൊണ്ട് രക്ഷപ്പെട്ട കാര്യം. പക്ഷേ ഈ വർക്ക് കൂടെ അതിൻ്റെ കൂടെ വേണമെങ്കിലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ബട്ട് ബി ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. ജെയിംസി പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. നോട്ട് ഹിയറേഴ്സ് ഓൺലി ഡിസീവിങ് യുവർ സെൽഫ്. ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഡെഡ്. ജെയിംസ് 1:22 മുതൽ 25, 2 ജെയിംസ് 14:26 നോക്കുമ്പോൾ മനസ്സിലാകും. അല്ല, വെറും ഫെയ്ത്ത് കൊണ്ട് പറ്റത്തില്ല, വർക്ക് കൂടെ വേണം. വർക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്തോ വർക്കെന്നൊക്കെ അത് ദൈവം അന്നേരം കാണിച്ചു തരും പ്രാർത്ഥിക്കുമ്പോൾ. ബൈ ഗുഡ് വർക്ക് ഫെയ്ത്ത് ഈസ് മെയ്ഡ് പെർഫെക്റ്റ്. മാൻ ഈസ് ജസ്റ്റിഫൈഡ് ബൈ വർക്ക്സ്, നോട്ട് ബൈ ഫെയ്ത്ത് ഓൺലി. ബോഡി വിത്തൗട്ട് സ്പിരിറ്റ് ഈസ് ഡെഡ്, സോ ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഡെഡ്. ഇത്രയും പറയുമ്പോൾ ഇതൊക്കെ ഓടിച്ച് പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം. പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ചെയ്താലേ പറ്റത്തുള്ളൂ. ഫെയ്ത്ത് വിത്തൗട്ട് ലവ് ഈസ് മീനിങ്ലെസ്. സ്നേഹമില്ലാത്ത ഫെയ്ത്തിന് ഒരു പ്രയോജനമില്ല. Although I have the gift of prophecy and understand all mysteries and all knowledge, though I have all faith so that I could remove mountains, but have not love, and I am nothing. സ്നേഹമില്ലെങ്കിൽ ഇതൊന്നുമില്ലെന്ന് 1 കൊരിന്ത്യർ 13:2 പറയുന്നു. For in Christ Jesus neither circumcision nor uncircumcision avails anything, but faith working through love. ഗലാഷ്യർ 5:6 പറയുന്നു. വിശ്വാസത്തിലുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയം കൊണ്ട് വേണം വിശ്വാസം കണ്ടിന്യൂ ചെയ്യാൻ. ഫെയ്ത്ത് മസ്റ്റ് ബി എൻഡ്യൂറിങ്. എന്ത് പ്രശ്നം വന്നാലും, ഇനി കോവിഡ് ആയാലും ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ആൾക്കാരെല്ലാം കൂടെ കൺട്രി ഭരിച്ച് മുഴുവൻ നശിപ്പിച്ചാലും എടുത്താലും വരാവുന്ന പട്ടിണിയും ക്ഷാമവും യുദ്ധവും ഒക്കെ വരാൻ വളരെ ക്ലോസ് ആയിട്ട് വരും അതിനോടൊപ്പം. അതൊക്കെ വന്നാലും നമ്മൾ അവസാനം വരെ വിശ്വസിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു വിൽ ബി ഹേറ്റഡ് ബൈ ഓൾ ഫോർ മൈ നെയിംസ് സേക്ക്, ബട്ട് ഹീ ഹൂ എൻഡേഴ്സ് ടു ദ എൻഡ് വിൽ ബി സേവ്ഡ്. അത് മാത്യു 10:22 പറയുന്നു. മാത്യു 24:13 പറയുന്നു. ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഡെത്ത്. റെവല്യൂഷൻ 2:10 പറയുന്നു. ഇനി ഇതെല്ലാം അപ്പോൾ വിശ്വാസമായി വചനം കേട്ടു മനസ്സിലാക്കി വിശ്വസിച്ച് കഴിഞ്ഞിട്ട് റിപ്പൻറ്റ് ചെയ്യണം. റിപ്പൻറ്റൻസ് ഈസ് എ ചേഞ്ച് ഓഫ് മൈൻഡ് ഇൻ വിച്ച് വൺ ഡിറ്റർമൈൻസ് the turn from sin and follow God's ways. മാത്യു 21:28 വരെ. ചേഞ്ച് ഇൻ ബോത്ത് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. എക്സാമ്പിൾ പാരബിൾ ഓഫ് പ്രോഡിഗൽ സണ്ണിൻ്റെ ലൂക്ക് 15:11-32 വരെ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ല. മുടിയനായ പുത്രൻ്റെ കഥയൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. അതൊരു ട്രൂ റിപ്പൻറ്റൻറ്റിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്, ആക്ച്വൽ റിപ്പൻറ്റൻറ്റ് വൺ. മൂത്തമോൻ പള്ളിയിലൊക്കെ എടുക്കുന്നതെന്ന് വെച്ചോ ഇത് അതുപോലത്തെ ഉള്ള ഒരു സ്റ്റേജിലാണ്. പക്ഷേ റിപ്പൻറ്റ് ചെയ്തുകൊണ്ട് ഇളയ മോനാണ് അവസാനം അപ്പൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ കുറ്റം ചെയ്തേച്ച് വരണമെന്നല്ല അവിടുത്തെ അർത്ഥം, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യരുത്. പക്ഷേ റിപ്പൻറ്റ് ചെയ്താലുള്ള വ്യത്യാസമാണ് പറയുന്നത്. സിൻസിയർ ഗോഡ്ലി സോറോ പ്രൊഡ്യൂസസ് റിപ്പൻറ്റൻസ് ലീഡിങ് ടു സാൽവേഷൻ. 2 കൊരിന്ത്യർ 7:10. റിപ്പൻറ്റ് ആൻഡ് ബി ബാപ്റ്റൈസ് ഫോർ ദ റെമിഷൻ. ആക്ട് 2:38. അൺലെസ് യു റിപ്പൻറ്റ് യു വിൽ പെരിഷ്. ലൂക്ക് 13:3-5. ഓക്കെ. ഗോഡ് കമാൻഡ്സ് ഓൾ മെൻ എവരിവെയർ ടു റിപ്പൻറ്റ്. ആക്ട് 17:30. റിപ്പൻറ്റ് ആൻഡ് ബി കൺവേർട്ടഡ്. ആക്ട് 3:19. ഓൾ ഷുഡ് കം ടു റിപ്പൻറ്റൻസ്. 2 പീറ്റർ 3:9. God says, repent and return from all your transgressions, so that iniquity will not be your ruin. Cast away from all the transgressions which you have committed, and get yourself a new heart and a new spirit. Yes. Okay. Escalation. എസെക്കിയേൽ 18:30-31 വരെ.
അപ്പോൾ പ്രോഡിഗൽ സൺസും പാരസി ആൻഡ് ടാക്സ് കളക്ടറുടെ കഥ, ലാസ്റ്റ് മിനിറ്റ് റിപ്പൻറ്റൻസ് ഓഫ് ദ ക്രിമിനൽ ഓൺ ദ ക്രോസ്, ലൂക്ക് 15:1-32, ലൂക്ക് 18:10-14 വരെ, ലൂക്ക് 23:30-41 വരെ. ഇതൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ സാൽവേഷൻ ഈസ് റിപ്പൻറ്റ് ഫോർ അവർ സിൻ ആൻഡ് അക്സെപ്റ്റ് ജീസസ് ആസ് അവർ ഓൺലി സേവിയർ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഏറ്റവും ഫസ്റ്റ് കർത്താവ് ആദ്യം യോഹന്നാൻ സ്നാപകനും കർത്താവും പറഞ്ഞ റിപ്പൻറ്റൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നടന്നത്. അതിനു മുമ്പേ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അതെല്ലാം പറഞ്ഞത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അക്സെപ്റ്റ് ജീസസ് ആസ് അവർ ലോർഡ്, സറണ്ടർ അവർ ഹാർട്ട്, സോൾ ആൻഡ് സ്ട്രെങ്ത് ആൻഡ് യുവർ മൈൻഡ് ടു സെർവ് ഹിം ഫോർ എവർ. എ സെർവൻറ്റ് ഈസ് he who obeys and commands of his master. If we say that we have no sin, we deceive ourselves. The truth is not in us. 1 ജോൺ 1:8. ഒത്തിരി പേര് വിചാരിക്കും ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ആർക്കും ദോഷമൊന്നും ചെയ്യുന്നില്ല, ഞാൻ തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, എൻ്റെ കാര്യം നോക്കുന്നു. then your താലന്ത് കുഴിച്ചിട്ട പോലെ ആയിപ്പോവും. നോ, ദൈവം ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് കഴിവും ഇതും തന്നിട്ടുണ്ട്. ഒരു സ്പിരിച്വലി ബോൺ അഗെയിൻ ആകുമ്പം ഓരോ ക്വാളിറ്റി തരും. അതെന്തുവാന്ന് കണ്ടുപിടിച്ച് അതേ വഴി കൂടെ അത് ഉപകരിക്കാൻ നോക്കുക. ഒത്തിരി ടൈപ്പ് ഗിഫ്റ്റുകളുണ്ട്. അത് അവരവർക്ക് ദൈവം പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരും. അതിലെന്തെങ്കിലും കഴിയുമെങ്കിൽ കഴിയുന്നത്ര, കഴിവില്ലാത്തൊരു സാരമില്ല. ഇപ്പോൾ ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഇന്നസെൻറ്റ് പീപ്പിൾ പാകിസ്ഥാനിലുമൊക്കെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു പോയി, അല്ലെങ്കിൽ മുസ്ലിം കൺട്രികളിലൊക്കെ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ദൈവം വലിയ സ്ഥാനം കൊടുക്കും. പക്ഷേ അവരൊന്നും ചെയ്യാൻ കഴിഞ്ഞ് കാണത്തില്ല. ബട്ട് ദേ ട്രൈ ടു ബിലീവ് ഇൻ ജീസസ് ആൻഡ് ദേ വെർ ഹെൽപ്ലെസ്. അതുകൊണ്ട് മാർട്ടിയേഴ്സ് എൻ്റെ ഇത് ഉള്ള സ്മിർണ ചർച്ചും അതിലുള്ള എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ കാരണം ഒരു കുറ്റവും പറയാഞ്ഞ്. അതുപോലെ പിന്നെ ഫിലഡൽഫിയ ചർച്ച്, ഈ 2 ചർച്ചിൻ്റെ ക്വാളിറ്റി വരുന്ന ആൾക്കാർ മാത്രമേ സ്വർഗത്തിൽ എടുക്കപ്പെടത്തുള്ളൂ എന്നാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ എല്ലാവരും സഭ അങ്ങ് എടുക്കപ്പെടുന്നതിന് മുമ്പേ കഷ്ടകാലമൊക്കെ പിന്നെ വരത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു രക്ഷയില്ല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അതുകൊണ്ട് ആരും പറയരുത് എനിക്ക് പാപമില്ല, എനിക്ക് കുറവില്ലെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കള്ളത്തരം പറയുക എന്നർത്ഥം. സത്യം നമ്മളിലില്ല. 1 ജോൺ 1:8 വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി 5ാമത്തെ സ്റ്റെപ്പ് കൺഫസ്. റിപ്പറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കുറ്റങ്ങളൊക്കെ ഏറ്റു പറയണം കർത്താവിനോട്. മീഡിയേറ്ററോടല്ല, കർത്താവാണ് മീഡിയേറ്റർ. ഡോണ്ട് ഗോ ടു മരിച്ചു പോയി കിടന്ന സെരുമേനിയുടെ കല്ലറയിലും അല്ലെങ്കിൽ മാതാവിനോടും മറ്റാരോടും പുണ്യാളച്ചനോടും അല്ലെങ്കിൽ ഒരു പാസ്റ്ററോടും അച്ഛനോടും ഒക്കെ ചെന്ന് പ്രാർത്ഥിച്ച് ഇതൊക്കെ പറഞ്ഞ് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവർക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. അവർക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും, നിങ്ങളെ നല്ല ഉപദേശം പറഞ്ഞു തരാൻ കഴിയും. നല്ലവരാണെങ്കിൽ നല്ല ഉപദേശം പറയാനും പ്രാർത്ഥിക്കാനോ കഴിയും. അല്ലാതെ അവർ ദൈവമല്ല, അവർക്ക് രക്ഷിക്കാനൊക്കത്തില്ല, അവർക്ക് നിങ്ങളുടെ പാപം ക്ഷമിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൺഫസ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മുൻപിൽ മുഴുവടച്ചിട്ട് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തോട് ചോദിക്കുക, അനേക പ്രാവശ്യം ചോദിക്കുക. നമ്മൾ അനേക പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ക്ഷമിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അക്സെപ്റ്റിംഗ് ദ വിറ്റ്നസിങ് ജീസസ് ആസ് അവർ സേവിയർ. ഇഫ് യു കൺഫസ് വിത്ത് യുവർ മൗത്ത് ദ ലോർഡ് ജീസസ് and believe in your heart that God has raised him from the dead, you will be saved. For with the heart one believes unto the righteousness, and with the mouth confession made unto salvation. അപ്പോൾ ആരോടാ പറയേണ്ടത്? റോമർ 10:9-10-13 വായിക്കുമ്പോൾ മനസ്സിലാകും. കർത്താവിനോടാണ് നമ്മൾ പറയേണ്ടത്. കർത്താവിൻ്റെ അരികിൽ പറഞ്ഞിട്ടേ രക്ഷയുള്ളൂ. വേറെ ഒരു മീഡിയേറ്റർ അരികിൽ ചെന്ന് പറഞ്ഞാലും പ്രയോജനമില്ല. കാരണം ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ ജഡ്ജിയുടെ അരികിൽ പോയി പോലീസ് ഓഫീസർ അരികിൽ നിന്ന് രക്ഷപ്പെടാൻ ചെന്ന് പൊളിറ്റിക്കൽ ലീഡറെയും കൊണ്ടുപോയി രക്ഷപ്പെടുന്ന പോലെ കുറ്റം ചെയ്തെന്നറിയാം, എന്നിട്ട് അവരുടെ തുറവിൽ കൂടെ രക്ഷപ്പെട്ട് ഇതൊക്കെ വാങ്ങിച്ച് നടക്കാമെന്ന് വിചാരിച്ചാൽ ജഡ്ജിയുടെ അരികിൽ ചെല്ലുമ്പോൾ എന്തു ചെയ്യും? അതുകൊണ്ടാണ് പറഞ്ഞത് ജഡ്ജിയുടെ അരികിലാണ് ബോധിപ്പിക്കേണ്ടത് നമ്മുടെ കുറ്റങ്ങളും പ്രശ്നങ്ങളും. Whoever confesses that Jesus is the Son of God and abides in him, and
he in God. അത് സ്പിരിച്വൽ സ്റ്റേറ്റിനെ കുറിച്ച് ജോൺ പറയുന്ന 1 ജോൺ 4:15. If we confess our sins, he is faithful and just forgive us our sins and cleanse us to the all righteousness. 1 John 1:9. Every tongue should confess that Jesus Christ is the Lord. Philippians 2:11. Whoever confess before men, him I will also confess before my Father who is in the heaven. Whoever denies me before men, him I will also deny before my Father who is in heaven. ഇവിടെ ഒരു കണ്ടീഷൻ വരുന്ന കണ്ടോ? ദൈവത്തെ നമ്മൾ തള്ളിപ്പറഞ്ഞാൽ ദൈവവും നമ്മളെ തള്ളിപ്പറയും. വെരി കെയർഫുൾ. അതുകൊണ്ട് ആര് പറഞ്ഞാലും ഉറച്ച് ദൈവത്തെ വിശ്വസിച്ച് നിൽക്കണമെന്നർത്ഥം. ലൂക്ക് 12:8-9 വരെ. മാത്യു 10:32-33 വരെയും വായിക്കണം. So, every knee shall bow to me and every tongue shall confess to God. റോമർ 14:11. He who covers his sin will not prosper, but whoever confess and forsake them will have mercy. ആർക്കാ മേഴ്സി കിട്ടുന്നതെന്ന് പ്രോവർ 28:13 പറയുന്നതാണ്. ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്, ലേ ഹോൾഡ് an eternal life, to which were also called, have confessed the good confession in the presence of many witnesses. 1 തിമോത്തി 6:12. ഇനി സ്റ്റെപ്പ് 6 എന്തുവാന്ന് നോക്കാം. Obey God's commandment. If you love me, keep my commandments. God says, if you love me and keep my commandments. ജോൺ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ് കീപ്പ് ചെയ്യണം. ജോൺ 14:15. ജീസസ് said, if you keep my commandments, you will abide in me, in my love. ജോൺ 15:10. Jesus said, he who believes and baptized will be saved, but he who does not believe will be condemned. 16:16. Mark 16:16. We ought to obey God rather than men. Holy Spirit is given to those who obey him. Act 5:29-32. He came, the author of eternal salvation, to all who obey him. Hebrew 5:9. Not everyone says to me, the Lord, Lord shall enter into the kingdom of heaven, but he who does my Father's will in the heaven. Matthew 7:21. Do not the hearers of the law are just in the sight of God, but the doers of the law will be justified. James 1:22, റോമർ 2:13 പറയുന്നു. ഈ വിശ്വസിക്കുന്ന മാത്രം പറഞ്ഞാൽ പോരാ, അല്ലെ കാഴ്ചയിലും എല്ലാം കേട്ടാലും മാത്രം പോരാ, പക്ഷെ അതെല്ലാം പ്രവൃത്തിയിൽ കൊണ്ടുവരണം. സോ സ്റ്റെപ്പ് 7, ബി ബാപ്റ്റൈസ്ഡ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്ക്രിപ്ചറിൽ പറഞ്ഞ അനുസരിച്ച് തന്നെത്താൻ തീരുമാനിച്ച്, തന്നെത്താൻ വിശ്വസിച്ച്, തന്നെത്താൻ ഡിസിഷൻ എടുത്ത് സന്തോഷത്തോടെ ദൈവത്തോട് ചേരാൻ വേണ്ടി എടുക്കുന്ന ബാപ്റ്റിസമാണ് സ്ക്രിപ്ചറൽ ബാപ്റ്റിസം. ശിശുസ്നാനം സ്ക്രിപ്ചറൽ അല്ല, അത് മനുഷ്യന് എൻ്റെ സൗകര്യത്തിന് വേണ്ടി വളരെ ഈസി അല്ലേ, തലയിൽ ഇച്ചിരി വെള്ളം തെളിച്ച് എളുപ്പം കാര്യം അങ്ങ് സാധിക്കാം. അപ്പോൾ ആർക്കും വെള്ളത്തിൽ കയറി നനയുകയും വേണ്ട, കൊച്ചാകുമ്പോൾ അതിനും ഒന്നും അറിയത്തില്ല, ആരെയും ഇത് ചെയ്യേണ്ട, പ്രശ്നം തീർന്നു, ഒരു സെറിമണിയായി തീർന്നു. ബട്ട് ദാറ്റ്സ് നോട്ട് ബാപ്റ്റിസം. സ്ക്രിപ്ചറൽ ബാപ്റ്റിസം ഈസ് ബിലീവേഴ്സ് ബാപ്റ്റിസം ആണെന്നേ അത് ശരിയാകത്തുള്ളൂ. ദർ ഈസ് നോ എവിഡൻസ് ഫോർ പ്രീ കൺവേർഷൻ ബാപ്റ്റിസം ഇൻ ദ ബൈബിൾ. ഹീ ഹു ബിലീവ്സ് ആൻഡ് ഗെറ്റ്സ് ബാപ്റ്റൈസ്ഡ് വിൽ ബി സേവ്ഡ് എന്നാണ് പറയുന്നത്. റിപ്പൻറ്റ്, അതിന് ബാപ്റ്റിസത്തെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് അവിടെ എല്ലാം ഉണ്ട്. ഇനി അതിൻ്റെ കൂടുതലെടുത്ത് സമയം കളയുന്നില്ല, ബിക്കോസ് ടൈം കുറേ ആയതുകൊണ്ട് ഞാൻ ഐ എം ട്രൈങ് ടു ഫിനിഷ് ചെയ്യാനൊക്കെ ഇതൊന്ന് ഓക്കെ ഐ എം ട്രൈങ് ടു ഫിനിഷ് ഷോർട്ട് ടൈമിൽ. അതുകൊണ്ട് ബാപ്റ്റിസത്തിൻ്റെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതും പറഞ്ഞതുമാണ്, അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ബാപ്റ്റിസത്തിൻ്റെ ഐ ആം ഗോയിങ് ടു സ്കിപ്പ് ദാറ്റ് പാർട്ട്, ബട്ട് ബാപ്റ്റിസത്തിൽ പോയി പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. യു മസ്റ്റ് ബിക്കം എ ബോൺ അഗെയിൻ ബിലീവർ. ബോൺ അഗെയിനെ കുറിച്ച് ഞാൻ ഓൾറെഡി
പറഞ്ഞത്. അതും എനിക്ക് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. മോസ്റ്റ് അഷ്യൂർലി ഐ സേ ടു യു അൺലെസ് വൺ ഈസ് ബോൺ ഓഫ് വാട്ടർ ആൻഡ് സ്പിരിറ്റ് ഹി ക്യാൻ നോട്ട് എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ജോൺ 3:5-7 വായിക്കണം. ഇഫ് എനി വൺ ഈസ് ഇൻ ദ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ, ഓൾഡ് തിങ്സ് ഹാവ് പാസ്ഡ് അവേ, ബിഹോൾഡ് ഓൾ തിങ്സ് ഹാവ് ബിക്കം ന്യൂ. 2 Corinthians 5:17. Put on the new man was created according to the God, true righteousness and holiness. Ephesians 4:24. Having born again, not of corruptible seed but incorruptible through the word of God, which lives, abates forever. 1 Peter 1:23 വായിക്കണം. എസെക്കിയേൽ 18:33 പറയുന്നു, യു യുവർ സെൽഫ് ആസ് എ ന്യൂ ഹാർട്ട് ആൻഡ് ന്യൂ സ്പിരിറ്റ്. ഇത്രയായി കഴിയുമ്പം നിങ്ങൾ യു ആർ ഇൻ ദ ക്രൈസ്റ്റ്. സ്പിരിച്വലി നമ്മൾ ക്രൈസ്റ്റിലോട്ടെത്തി നമ്മുടെ സൈഡിൽ നിന്ന്. അതിന് യു ആർ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള സ്റ്റെപ്പായി കഴിയും. ഇത് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പാണ്. ഐ എം ട്രൈങ് ടു ഫിനിഷ് ദ ബെസ്റ്റ് ഐ ക്യാൻ. എളുപ്പം തീർക്കാൻ നോക്കാം. പക്ഷേ എത്രയും കൂടെ മനസ്സിലായാലും ഒരു ലോങ് സബ്ജക്റ്റാണ്. ഐ എം സോറി. സോ ഇനി അടുത്തത് ക്രൈസ്റ്റ് നമ്മളിൽ വരണം. ഇപ്പം നമ്മൾ ക്രൈസ്റ്റിലായി, ആ സ്റ്റേജേ ആയിട്ടുള്ളൂ, അവിടം വരെ ആയുള്ളൂ ഇത്രയും സമയമായിട്ട്. ബട്ട് whoever keeps his word and truly love God is perfected in him. By this you know we are in Christ, by continuing prayers and Bible study, your communication with God. 1 John 2:5. ഓക്കെ, സ്പിരിച്വൽ ഗ്രോത്ത് അത് ഞാൻ പറഞ്ഞത്. ഐ ആം ട്രൈങ് ടു സ്കിപ്പ് ദാറ്റ്, അല്ലെങ്കിൽ ഞാൻ സമയത്തിനുള്ളിൽ തീർക്കാൻ പ്രയാസമായിരിക്കും. ഓക്കെ, ബോൺ അഗെയിൻ ആയി കഴിഞ്ഞിട്ട് മേച്ചേർഡ് ക്രിസ്ത്യനായി വരുമ്പോൾ സ്പിരിച്വൽ ഗ്രോത്ത് വേണം. വൺസ് എ പേഴ്സൺ ഈസ് ട്രാൻസ്ഫോംഡ് ത്രൂ ദ ന്യൂ ബർത്ത്, ഗോഡ് എക്സ്പെക്ട് ഹിം ടു കണ്ടിന്യൂ ടു ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഡെത്ത്. റെവലേഷൻ 2:10, മാത്യു 10:22. Do not be conformed to this world and be transformed by renewing your mind, and you may prove what is that good and acceptable and perfect will of God. But grow in grace and knowledge our Lord Jesus Christ. 2 Peter 3:12. Once a person is born of spirit as a new born baby, he must desire pure milk of the word that he may grow. 1 Peter 2:22. ഇനി അടുത്തത് നിങ്ങൾ എഫേഷ്യർ 4 മൊത്തം അങ്ങോട്ട് വായിക്കണം. അതിൽ നിന്ന് സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കിട്ടും. പിന്നെ ഹീബ്രു 6:11. ലെറ്റ് us go on to the perfection, not laying down again the principle. ഓക്കെ, ചർച്ച് ഫെലോഷിപ്പ്. അതിപ്പോൾ ഇനിയിപ്പോൾ ചർച്ചെല്ലാം സൂമിൽ കൂടെ ആയിപ്പോയി, കാരണം ചുരുക്കമേ പള്ളിയിൽ പോകാൻ പറ്റുന്നുള്ളൂ. എന്നാലും നമുക്കതിൽ കൂടെ അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ചർച്ച് ഫെലോഷിപ്പിനെ കുറിച്ച് ഞാൻ ചർച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ബീയിങ് ദോസ് ഹു ആർ സേവ്ഡ്. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ചർച്ച് ഈസ് ജീസസ് ഈസ് ദ ഹെഡ്, ഹീ ഈസ് ദ സേവിയർ ഓഫ് ദ ബോഡി. അതിൻ്റെയൊക്കെ മീനിങ് മനസ്സിലാക്കത്തക്കോണം ഞാൻ പറഞ്ഞതാണ്. അതിന് ടൈം കളഞ്ഞാൽ മുമ്പോട്ട് പോകാനൊക്കത്തില്ല. ഓക്കെ, ഗോഡ് ഈസ് സ്പിരിറ്റ്. elect, beloved, tender kindness. ഓക്കെ, കൊളോഷ്യൻ 3:12-13 വരെ വായിക്കണം. ജോൺ 4:23-24 വരെ വായിക്കണം. എഫേഷ്യർ 4 എഫേഷ്യർ 5 23 കൊളോഷ്യൻ 1:18. ഇത്രയും ഭാഗം കൂടെ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ളത് മനസ്സിലാകും. ഇനി പ്രെയർ വളരെ ഇമ്പോർട്ടൻ്റ്. സിൻസിയർ പ്രെയർ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡുമായിട്ടുള്ള ബന്ധവും എല്ലാം നമ്മൾ പുലർത്തുന്നത് നമ്മുടെ സീക്രട്ട് പ്രെയറിൽ കൂടെ ഏകാഗ്രമായിട്ട് ദൈവത്തോട് മുറിയടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രെയർ. അത് ഞാൻ പ്രെയർ പഠിപ്പിച്ച സോ ഐ ആം നോട്ട് ഗോയിങ് ടു ഗോ ഡീപ്പ് ഇൻ ടു ദാറ്റ് ആൻഡ് വേസ്റ്റ് ടൈം. അപ്പോൾ സോ വിത്തൗട്ട് സീസിങ് ഇൻ എവറിഥിങ് ഗിവ് താങ്ക്സ്, ഫോർ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് the Christ Jesus Christ, for you do not quench the spirit. 1 Thessalonians 5:17-19 വരെ. ഇനി പ്രെയറിനെ കുറിച്ചുള്ളത് ഞാൻ പ്രെയറിൽ പറഞ്ഞത് വായിച്ചാൽ മതി. ഇതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരുന്നെങ്കിൽ എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഐ cannot finish. സാങ്ക്ടിഫിക്കേഷൻ അത് ഞാൻ പ്രത്യേകം പഠിപ്പിച്ച. ഐ എം നോട്ട് ഗോയിങ് ടു ഗോ ദെയർ. 1 Thessalonians 5:20-23 വരെ, 2 Thessalonians 2:13,
ജോൺ 15:5, ജോൺ 16:13, റോമർ 8:13-14, 2 തിമോത്തി 2:21-26 ഇത്രയും വായിക്കുമ്പോൾ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചും ഇതിനോട് ബന്ധപ്പെട്ടത് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും ആയി കഴിയുമ്പം ക്രൈസ്റ്റ് ഇൻ യു, when you are sanctified by the word of God, by God, the Christ will be inside you. അപ്പോൾ സാത്താൻ പുറത്താണ്, ക്രൈസ്റ്റ് ഇൻസൈഡാണ് ഈ സ്റ്റേജിൽ വരുമ്പോൾ. അപ്പോൾ അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ ഡിസൈപ്പിൾഷിപ്പ്, അതും ഞാൻ പറഞ്ഞതാ. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയാൻ പോകുന്നില്ല. ലൈറ്റ് ഓഫ് ദ വേൾഡ് ത്രൂ ജീസസ് വിൽ ബി പെർഫെക്റ്റ് ത്രൂ യു. ഓക്കെ, അതിന് ക്രൈസ്റ്റ് നമ്മുടെ എക്സാമ്പിൾ. ഫിലിപ്പിയൻ 2:1-5 വരെ വായിക്കണം. എങ്ങനത്തെ ശിഷ്യനായിരിക്കണമെന്ന് കർത്താവ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഹി ഹു അബൈഡ്സ് ought to himself to walk just as he walked. 1 ജോൺ 2:6. For this is you are called because Christ also suffered as leaving an example, and you should follow his step. 1 Peter 2:21. Okay. Imitate just as I also imitate Christ. പാൾ പറഞ്ഞതാ 1 കൊരിന്ത്യർ 11:1. കർത്താവിനെ പാള് ഫോളോ ചെയ്ത പോലെ നമ്മളും ഫോളോ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. വി ought to obey God rather than men. അത് ഓർക്കണം. മനുഷ്യനെ പറയുന്നതല്ല കേട്ടുപോണ്ടി, കർത്താവ് പറഞ്ഞതിനാണ് വില കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ആരാധനയും മറ്റുള്ള കാര്യത്തിലോട്ടൊക്കെ നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് കൂടുതൽ ഇമ്പ്രഷൻ ആരാധനയിലായിരിക്കുന്നതെന്നും അതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന ഈ മീഡിയേറ്ററുകളുടെ ഇടയ്ക്കുള്ളവർ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അവർ പറയുന്ന നല്ല ഭാഗം മാത്രം എടുക്കുക, അല്ലാത്തതിൽ തെറ്റിപ്പോകരുത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ്. ഇത് അവസാന സമയത്ത് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടി വളരെ അത്യാവശ്യമാണ്. ഇഫ് എനിവൺ ഡിസൈഡ് ടു കം ആഫ്റ്റർ മീ, ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ എന്നാ പറഞ്ഞ്. ഓക്കെ, അപ്പം whoever ashamed of me and my words in him, അത് നേരത്തെ ഞാൻ പറഞ്ഞ ദൈവം ആ സമയത്ത് ashamed ആയിരിക്കും. യു ആർ ദ സാൾട്ട് ഓഫ് ദി എർത്ത്, അതെല്ലാം പറഞ്ഞാൽ നേരത്തെ. ഗ്രേറ്റ് കമ്മീഷൻ, അതെന്തുവാ? ഗോ ഇൻ ടു ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവറി ക്രീച്ചർ. ഗോ ആൻഡ് ദെയർഫോർ മേക്ക് ഡിസൈപ്പിൾസ് ഓൾ നേഷൻ. അത് മാത്യു 28 അവസാനം പറയുന്ന ഭാഗങ്ങളും. ഓക്കെ, ഇതൊക്കെ നേരത്തെ മറ്റിടത്തൊക്കെ പറഞ്ഞിട്ടുള്ള, അത് അതിനുവേണ്ടി സമയം കളയുന്നില്ല. അവൻ്റെ സമയം തീരാറായി. 1 hour നിർത്തേണ്ടിയുണ്ട്. ഐ എം സോറി. ഇത്രയും മനസ്സിലാക്കിയാൽ ഇനി വാട്ട് ഹാപ്പൻസ് യു ഇഗ്നോർ ദ ഗോഡ്, അതും ഞാൻ പറഞ്ഞാണ് ആ സബ്ജക്റ്റ്. ഇത്രയും കണക്റ്റഡ് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സാൽവേഷൻ്റെ കാര്യം മനസ്സിലായി. ഒരാൾക്ക് സ്വർഗത്തിൽ നിത്യജീവൻ ലഭിക്കാനും സാൽവേഷൻ ലഭിക്കാനും അത്യാവശ്യമായ രക്ഷയുടെ മാർഗത്തിൻ്റെ ബേസിക് ചുരുക്കത്തിൽ റെഫറൻസോടുകൂടി ഫാസ്റ്റിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നു. ബൈബിൾ വായിക്കാൻ സമയമില്ലാത്തവർക്കും ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കാനൊക്കാത്തവർക്കും. അല്ലാതെ ഓരോ സബ്ജക്റ്റ് എടുത്ത് അവിടെ ഇവിടെ ഇച്ചിരിച്ച് പ്രസംഗിച്ച് നിങ്ങളുടെ ജീവിതം മുഴുവൻ കേട്ടോണ്ടിരിക്കും. ഒരിക്കലും കംപ്ലീറ്റ് അല്ല. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഇല്ല. അത്യാവശ്യമുള്ളത് അറിയുന്നില്ല. പലതും വിട്ടുപോവുക, കൺഫ്യൂഷനായി പോവുക, സാൽവേഷനിൽ നിന്ന് പോവുക. പിന്നെ അപ്പോൾ ഇടുക്കവും ഞെരുക്കമുള്ള വഴി ആരും കാണത്തില്ല. ആ വഴിയിലോട്ടുള്ള ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലോട്ടുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു തന്നെ അവിടെ എത്താൻ. അതിലെത്തിയൊരു ഭാഗ്യന്മാർ, അവിടെ എത്താൻ കഴിവുള്ളവർക്ക് ഭാഗ്യം. അല്ലാത്തവരെല്ലാം സഭയെടുക്കുമ്പോൾ എടുക്കപ്പെടുമെന്ന് വിചാരിച്ചിരിക്കേണ്ട. ബിലീവ് ഇൻ ജീസസ് ആൻഡ് ട്രൈ ടു ഫോളോ, വർക്ക് ഹാർഡ് ടു ഫൈൻഡ് ദ ട്രൂത്ത് ആൻഡ് പ്രേ ആൻഡ് ബി കോഷ്യസ് ആൻഡ് ട്രസ്റ്റ് ഇൻ ഗോഡ്. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവിളിൻ്റെ കയ്യിലേക്ക് ലോകം പോവുക, ദൈവം വിട്ടുകൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനാ. ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല. ദൈവം അറിയാതെ സാത്താൻ്റെ കയ്യിൽ സാത്താനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ സഫറിങ് വന്നാൽ സഹിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷേ ഉറച്ച് വിശ്വാസത്തോടെ ദൈവത്തിലിരിക്കുക, അത് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. താങ്ക് യു ഫോർ ലിസണിങ്. ടൈം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് സെഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ബാക്കി അടുത്ത ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറേശ്ശെ പറയാൻ സന്ദർഭം അനുസരിച്ച്.